ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SSLC ബയോളജിയിലുള്ള ഫസ്റ്റ് ചാപ്റ്ററാണ്. സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസസ്. അതിൽ ആദ്യമായി നമുക്ക് നെർവസ് സിസ്റ്റം എന്താണെന്ന് അറിയണം. അതിനു മുമ്പ് ഞാൻ നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നമ്മളെല്ലാവരും ഫോൺ ഉപയോഗിക്കുന്നവരാണ്. ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടുകൊണ്ട് ഓടി വന്നു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് ഫോൺ എടുക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ഫോൺ ആൻസർ ചെയ്യുന്നതിന് വേണ്ടി കറക്റ്റായ ഓപ്ഷനിൽ പോയി ടച്ച് ചെയ്യുകയും അങ്ങനെ നമ്മൾ ഫോണിൽ സംസാരിക്കുകയും ചെയ്യുന്നു. പിന്നീട് ഫോൺ കട്ട് ചെയ്യുന്നതിന് വേണ്ടി ഡിക്ലൈൻ ചെയ്യേണ്ട ഓപ്ഷൻ ഏതാണോ അതിൽ വന്ന് ടച്ച് ചെയ്യുന്നു. ഈ കാര്യങ്ങളെല്ലാം ഇത്ര പ്രോപ്പറായി കൃത്യമായി ചെയ്യാൻ നമുക്ക് സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിനുള്ള ഉത്തരമാണ് നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ നാഡീവ്യവസ്ഥ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ശരീരത്തിലുള്ള ഒട്ടുമിക്ക എല്ലാ പ്രവർത്തനങ്ങളെയും കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി എല്ലാം കാണപ്പെടുന്ന ഒരു ഓർഗൻ സിസ്റ്റം, അവയവ വ്യവസ്ഥ എന്ന് പറയുന്നതാണ് നെർവസ് സിസ്റ്റം. മറ്റെല്ലാ ഓർഗൻ സിസ്റ്റവുമായി, അതായത് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം, സ്കെലിറ്റൽ സിസ്റ്റം, മസ്കുലാർ സിസ്റ്റം തുടങ്ങി എല്ലാ ഓർഗൻ സിസ്റ്റവുമായി ഈ നെർവസ് സിസ്റ്റം കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതായത് ഇതെല്ലാം കൂടെ ചേർന്നുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിലുള്ള ഒട്ടുമിക്ക പ്രവർത്തനങ്ങളും നടക്കുന്നത്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് വിവരങ്ങൾ ഓർത്തു വയ്ക്കാറുണ്ട്. ചിലപ്പോൾ ദിവസങ്ങളോളം, അതുമല്ലെങ്കിൽ വർഷങ്ങളോളം. ഇങ്ങനെ കാര്യങ്ങൾ കൃത്യമായി ഓർത്തു വയ്ക്കാനും ആവശ്യമുള്ള സമയങ്ങളിൽ നമുക്ക് റീകളക്ട് ചെയ്യാനും പറ്റുന്നത് നെർവസ് സിസ്റ്റം നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. അതായത് നമ്മൾ കമ്പ്യൂട്ടറിലും ഫോണിലും ഒക്കെ ഫോട്ടോസും അതുപോലെ മറ്റ് ഡീറ്റെയിൽസും ഒക്കെ സേവ് ചെയ്ത് വെക്കാറില്ലേ? ഇതുപോലെ നമ്മുടെ ശരീരത്തിലെ കമ്പ്യൂട്ടറായി നമുക്ക് ഈ ഒരു നെർവസ് സിസ്റ്റത്തിനെ, ബ്രെയിൻ, സ്പൈനൽ കോഡ് തുടങ്ങിയവ ഉൾപ്പെടുന്ന നെർവസ് സിസ്റ്റത്തിനെ നമുക്കൊരു മനുഷ്യ ശരീരത്തിലെ കമ്പ്യൂട്ടറായി ഉപമിക്കാം. നമ്മൾ വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നതും ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കാൻ പറ്റുന്നതുമൊക്കെ ഈ ഒരു നെർവസ് സിസ്റ്റം നമ്മുടെ ബോഡിയിൽ അത്ര എഫിഷ്യൻ്റായി വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ്. സോ ഇപ്പോൾ നെർവസ് സിസ്റ്റത്തിനെ കുറിച്ച് ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. ഇതാണ് നമ്മുടെ നെർവസ് സിസ്റ്റം, നമ്മുടെ ശരീരത്തിലുള്ള നാഡീ വ്യവസ്ഥ. നിങ്ങളുടെ ബയോളജി ടെക്സ്റ്റ് ബുക്കിലെ ഫിഗർ 1.1. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇത് നമ്മുടെ തലച്ചോർ അഥവാ ബ്രെയിൻ. ദെൻ അവിടെ നിന്നും താഴത്തേക്ക് നീണ്ടു കിടക്കുന്ന ഈ ഒരു ലൈനായി കാണിച്ചിട്ടുള്ളതാണ് നമ്മുടെ സ്പൈനൽ കോഡ് എന്ന് പറയുന്നത്. സ്പൈനൽ കോഡ്, മലയാളത്തിൽ സുഷുമ്ന. ഇത് നമ്മുടെ നട്ടെല്ലിനുള്ളിലായാണ് കാണപ്പെടുന്നത്. നട്ടെല്ലിനാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. ഈ ബ്രെയിനും സ്പൈനൽ കോഡുമാണ് നമ്മുടെ നെർവസ് സിസ്റ്റത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത്. നെർവസ് സിസ്റ്റത്തിൻ്റെ മാത്രമായി കാണണ്ട, നമ്മുടെ ശരീരത്തിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ രണ്ട് ഭാഗങ്ങളാണ് ബ്രെയിൻ അതുപോലെ സ്പൈനൽ കോഡ്. പിന്നീട് ബ്രെയിനിൽ നിന്നും സ്പൈനൽ കോഡിൽ നിന്നും രൂപപ്പെട്ടിരിക്കുന്ന ഒരുപാട് നാഡികൾ അല്ലെങ്കിൽ നെർവ്സ്, ഇതെല്ലാം കൂടി ചേരുന്നതോടുകൂടിയാണ് നെർവസ് സിസ്റ്റം ഫോം ചെയ്യുന്നത്. ഈ ബ്ലൂ കളറിലുള്ള ലൈനായി കാണിച്ചിട്ടുള്ളതാണ് നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്ന നെർവ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാണാം, ഇത് നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലോട്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. സോ ഇത്രയുമാണ് നമ്മുടെ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജുകൾ സെൻഡ് ചെയ്തുകൊണ്ട് ആണ് ഈ ഒരു നെർവസ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിലെ പല പ്രവർത്തനങ്ങളും നെർവസ് സിസ്റ്റം കൺട്രോൾ ചെയ്യുന്നത് എന്ന് നോക്കാം. നമ്മൾ ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കാറുണ്ട്. ഈ ഒരു പ്രവർത്തനം നെർവസ് സിസ്റ്റവുമായി എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ ഈ പ്രവർത്തനത്തിൽ നമ്മുടെ നെർവസ് സിസ്റ്റത്തിൻ്റെ പങ്ക് എന്താണ് എന്നതാണ് ഈ ഒരു ഡയഗ്രത്തിൽ കാണിച്ചിട്ടുള്ളത്. നമുക്ക് വിശക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ചില പ്രത്യേകമായി കാണപ്പെടുന്ന കോശങ്ങളുണ്ട്, സെൽസ്.
ഈ സെൽസിന് ഒരു സ്റ്റിമുലസ് ലഭിക്കുന്നു എന്ന് വേണം പറയാൻ. അതായത് നമ്മുടെ ശരീരം പ്രതികരിക്കുന്നതിന് വേണ്ടി ദാഹം ഒരു കാരണമല്ലേ. സോ ഈ ഒരു ദാഹത്തിനെ തേഴ്സ്റ്റ് എന്ന് പറയുന്നത് ഒരു സ്റ്റിമുലസ് എന്ന് വേണം പറയാൻ. സോ ഈ ഒരു സ്റ്റിമുലസ് ലഭിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ചില പ്രത്യേകമായ കോശങ്ങൾ അല്ലെങ്കിൽ സെൽസ് എന്ന് പറയുന്നത് ആക്ടിവേറ്റ് ആവുകയും അവർ നമ്മുടെ തലച്ചോറിലോട്ട് ഒരു മെസ്സേജ് സെൻഡ് ചെയ്യുകയും ചെയ്യുന്നു. ഈ ഒരു ഏരോയിൽ കാണിച്ചിട്ടുണ്ട്. സോ ഈ ഒരു മനുഷ്യ ശരീരത്തിലെ ചില സ്പെഷ്യലൈസ്ഡ് സെൽസ് ഒരു മെസ്സേജ് നമ്മുടെ തലച്ചോറിലോട്ട് സെൻഡ് ചെയ്യുന്നു. ഈ മെസ്സേജ് സെൻഡ് ചെയ്യുന്നത് ചില ഇമ്പൾസിൻ്റെ ഫോമിലാണ്. അതായത് തലച്ചോറിൻ്റെ ഭാഷയായ ഈ ഒരു നെർവ് ഇമ്പൾസ് എന്നാണ് നമ്മളതിനെ പറയുക. ആ ഒരു ഫോമിലാണ് മെസ്സേജ് തലച്ചോറിലോട്ട് സെൻഡ് ചെയ്യുന്നത്. തലച്ചോർ ഈ മെസ്സേജ് സ്വീകരിക്കുന്നു. എന്നിട്ട് ആദ്യം അതിനെക്കുറിച്ചൊന്ന് പഠിക്കുന്നു, എന്താണ് ഈ മെസ്സേജ് എന്ന്. അതിനുശേഷം അതിനെക്കുറിച്ച് മുഴുവനായി മനസ്സിലാക്കിയതിന് ശേഷം അതിന് വേണ്ട ഒരു പരിഹാരം തീരുമാനിക്കുന്നു. ആ ഒരു പ്രവർത്തനമാണ് നമ്മുടെ തലച്ചോറിൻ്റെ അല്ലെങ്കിൽ സ്പൈനൽ കോഡിൻ്റെ എന്നൊക്കെ വേണം പറയാൻ. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം. അങ്ങനെ തലച്ചോറ് ഈ പ്രശ്നത്തെ മനസ്സിലാക്കുകയും അതിനുള്ള ഒരു പരിഹാരം തീരുമാനിക്കുകയും ചെയ്യുന്നു. അതിനനുസരിച്ച് തലച്ചോറ് തിരിച്ച് നമ്മുടെ കൈയോ കാലോ ഏതാണോ പ്രവർത്തിപ്പിക്കേണ്ടത് അവിടേക്ക് മറ്റൊരു മെസ്സേജ് അയക്കുന്നു, മറ്റൊരു നെർവ് ഇമ്പൾസിൻ്റെ ഫോമിൽ. ഈ റെഡ് കളറിൽ കാണിച്ചിട്ടുള്ളത് തിരിച്ച് മറ്റൊരു ഏരോ നിങ്ങളെ കയ്യിലോട്ട് പാസ് ചെയ്തിട്ടുള്ളതായി കാണാം. സോ ഈ ഒരു മെസ്സേജ് നമ്മുടെ തലച്ചോറിൽ നിന്ന് കൈയിൻ്റെ മസിൽസിലോട്ട് എത്തുകയും അതിനനുസരിച്ച് കയ്യിലെത്തിയതിന് ശേഷം കൈ കൊണ്ട് നമ്മൾ വെള്ളം കുടിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യുന്നു. സോ ഏതൊരു പ്രവർത്തനത്തിലും ഇത്തരത്തിൽ തലച്ചോറ് മാത്രമല്ല കേട്ടോ, നമ്മുടെ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് മുഴുവനായി തന്നെ ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഞാൻ നേരത്തെ ഉപയോഗിച്ചു സ്റ്റിമുലസ് അല്ലെങ്കിൽ സ്റ്റിമുലൈ എന്നുള്ളൊരു വേർഡ്. അതെന്താണെന്ന് നോക്കാം. നമ്മുടെ ശരീരത്തിൽ പ്രതികരണം ഉണ്ടാക്കാൻ കഴിയുന്ന ഏതൊരു സെൻസിനെയും നമുക്ക് സ്റ്റിമുലസ് അല്ലെങ്കിൽ സ്റ്റിമുലൈ എന്ന് വിളിക്കാം. നേരത്തെ ഞാൻ ദാഹമായിരുന്നു പറഞ്ഞത്, തേഴ്സ്റ്റ്, വിശപ്പാവാം, ഹങ്കർ. അതുമല്ലെങ്കിൽ നമുക്കിപ്പോൾ ചൂട്, തണുപ്പ് തുടങ്ങി എന്ത് വന്നു കഴിഞ്ഞാലും നമ്മുടെ ശരീരം പ്രതികരിക്കാൻ അതൊക്കെ കാരണമായേക്കും. സോ അങ്ങനെയുള്ള ഏതൊരു ഏതൊരു സെൻസിനെയും നമുക്ക് സ്റ്റിമുലസ് അല്ലെങ്കിൽ സ്റ്റിമുലൈ എന്ന് വിളിക്കാം. പിന്നീട് ഈ ഒരു സ്റ്റിമുലസിനെ സ്വീകരിച്ചുകൊണ്ട് തലച്ചോറിലോട്ട് മെസ്സേജ് സെൻഡ് ചെയ്യുന്ന ചില പ്രത്യേകമായ കോശങ്ങളെക്കുറിച്ച് നേരത്തെ പറഞ്ഞു. അതാണ് റിസെപ്റ്റർ എന്ന് പറയുന്നത്. ഇത് നെർവസ് സിസ്റ്റത്തിൽ ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. സോ ഇത്രയുമാണ് നെർവസ് സിസ്റ്റത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. സോ താങ്ക് യു. ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്.